മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇനിയും ഈ ചാപ്റ്റർ നമ്മൾ എൻഡ് ചെയ്യാണ്. 8 വാക്യം കൂടെ ഉള്ളൂ. 50 തൊട്ട് 58 വരെയുള്ള വാക്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൽ ഒരു വിശ്വാസിയുടെ പ്രത്യാശയാണ് കാണുന്നത്. നേരത്തെയും അത് തന്നെയാണ് നേരത്തെ കാണുന്നത്, എന്നാൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആയിട്ടൊരു വിശ്വാസിയുടെ പ്രത്യാശ. ഇനി 3ആയിട്ട് തിരിച്ചാൽ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു മാറ്റത്തിൻ്റെ ആവശ്യം, അതാണ് 50 എന്ന് പറയുന്ന 50-ാം വാക്യം. 51 തൊട്ടുള്ള വാക്യം 54 വരെയുള്ള വാക്യങ്ങളിലെ ആ വിവരണം എന്താണ് ആ മാറ്റം വരുന്നതെന്നുള്ളത് കാണുന്നു. അത് കഴിഞ്ഞിട്ട് 55 തൊട്ട് 58 വരെയുള്ള വാക്യങ്ങളിലെ ആ ഒരു മാറ്റത്തിൻ്റെ വിജയ ആഘോഷമാണ് കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകമല്ല, ഉയരത്തിലുള്ള പ്രത്യാശയാണ്. അതുകൊണ്ട് മാംസരക്തങ്ങളൊന്നും ഈ ദ്രവത്വമുള്ള മനുഷ്യർ ഉള്ളത് ഒന്നും തന്നെ സ്വർഗത്തെ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഉയരത്തിൽ ഈ ട്രാൻസ്ഫോംഡ് ബോഡീസാണ് നമുക്കുള്ളത്. ഈ ലോകത്തിലുള്ള രക്തവും അല്ലെങ്കിൽ മാംസവുമുള്ള ശരീരമല്ല നമുക്കുള്ളത്. ദൈവരാജ്യം എവിടെയാണ്, അവിടെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഈ ലോകമൊക്കെ നശ്വരമാണ്, ഇതൊന്നും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന പ്രമാണം വീണ്ടും ഉറപ്പിച്ചൂടെ പറയുകയാണ്. മാംസരക്തങ്ങൾ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ പറ്റുകയില്ല, കാരണം ദ്രവത്വമാണ്. അത് അദ്രവത്വത്തെ അവകാശമാക്കല്ലേ. ഇമ്മോർട്ടൽ, ഒരിക്കലും നശിച്ചു പോകാത്ത ഒന്നാണ് ദൈവരാജ്യം. അതിനെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ഈ ശരീരം കൊണ്ടൊന്നും നമുക്ക് അത് അവിടെ എത്താനായിട്ട് പറ്റുകയില്ല എന്നുള്ള ചിന്തയാണ് ഇവിടെ വരുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രീറ്ററിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അവർ ഈ ഭാവി കാലങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നവരാണ്. അവർ വിശ്വസിച്ചിരിക്കുന്ന AD 70 കർത്താവ് വീണ്ടും വന്നു, ആളുകൾക്ക് അന്നുള്ളവർക്കൊക്കെ രൂപാന്തരം കിട്ടി, അവരൊക്കെ ഉയർത്തെഴുന്നേറ്റ് പോയി, കർത്താവിനോടൊപ്പം പോയി, പഴയ നിയമ വിശുദ്ധന്മാരും അന്ന് കാത്തിരുന്നവരും എല്ലാം പോയി എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. കർത്താവ് തൻ ഗംഭീരനാഥത്തോട് അന്ന് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിന് ഹിസ്റ്റോറിക്കൽ തെളിവോ വേറെ ഒന്നുമില്ല. ആളിങ്ങനെ പലതും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പ്രകാരമുള്ള ഒരുപാട് ചിന്തകൾ ഇന്ന് യൂട്യൂബിലൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലിൽ നമ്മൾ അകപ്പെട്ടു പോകരുത് എന്ന് വീണ്ടും പറയുകയാണ്. അതാണ് ശരി, ഇതാണ് ശരി, ഞങ്ങൾ പണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാണ്, ഇപ്പം ഞങ്ങളൊക്കെ പണ്ട് പെന്തക്കോസ്റ്റിൽ പോയി ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഇതെല്ലാം പറയുന്നതൊക്കെ തെറ്റാണ്, അതല്ല ശരിയെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതല്ല കാര്യം എന്ന് വീണ്ടും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മർമ്മം നമുക്ക് മനസ്സിലാക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഇതിനകത്ത് പറയുന്ന മർമ്മമാണ്, ഒരു മർമ്മം പറയുന്നുണ്ട്. 52-ാം വാക്യം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും ചെയ്യും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതെല്ലാം ക്ലിയറാണ്. നമ്മൾ രൂപാന്തരപ്പെടും. ഇത് തന്നെ 1 തെസ്സലോനിക്കർ 4:13 തൊട്ട് 17 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4:13 തൊട്ട് 17 വരെ. റപ്ചർ എന്നൊക്കെ പറയുന്ന ഉൽപ്രാവണം എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ ജീവനോട് പോവും, ആദ്യം മരിച്ചവർ എഴുന്നേൽക്കും. ഈ കാഹളനാദം കേൾക്കുമ്പോൾ എങ്ങനെ കാഹളനാദം കേൾക്കുന്നതെന്നൊക്കെ ആ റപ്ചറിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാഹളനാദം കേൾക്കാൻ സെൻസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ കാഹളനാദം കേൾക്കുന്നത് നമ്മളല്ല, നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെൻസിറ്റീവായിരിക്കണം. അതുകൊണ്ട് ആത്മാവിനെ കെടുക്കാനായിട്ട് പാടില്ല, ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം എന്നുമെല്ലാം പറഞ്ഞു. അതിൽ നാം എല്ലാവരും മരിക്കുമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. ചിലരൊക്കെ ജീവനോടിരിക്കും, അവർ രൂപാന്തരപ്പെടും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ കാലത്തിലെ കർത്താവ് വരികയാണെങ്കിൽ മരിക്കാത്തവരൊക്കെ ആ സമയത്ത് കണ്ണിമയ്ക്കുന്നവരിൽ രൂപാന്തരപ്പെടും. കർത്താവിൻ്റെ പുനരാഗമനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. അന്ത്യകാഹളം 1 തെസ്സലോനിക്കർ 4:14 പറയുന്നുണ്ട്, കണ്ണിമയ്ക്കുന്നവരിൽ രൂപാന്തരപ്പെടും. ദൈവത്തിൻ്റെ കാഹളം എന്ന് പറയുന്ന അന്ത്യകാഹളം തന്നെയാണ്. അതുകൊണ്ട് ജീവനോടിരിക്കുന്ന ആത്മീയർ ആണ് രൂപാന്തരപ്പെടുന്നത്. അവർ ഭാഗികമായിട്ടല്ല, അവരെല്ലാം പോവും. അല്ലാത്തവരെല്ലാം ഇവിടെ തന്നെ കിടക്കും. കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാത്തവരൊക്കെ ഇവിടെ തന്നെ കിടക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ഈ 1 കൊരിന്ത്യരിൽ നമ്മൾ പറയുന്ന ഇപ്പം ഇതിനകത്ത് 2, 3, 4, 5, 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് യഹോവയുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങൾ പറഞ്ഞു.
അതിനകത്തൊരു ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ, ഇപ്പം ഇത് ND ആണല്ലോ, ഈ അധ്യായം ND ആണ്. ഇനി 16-ാം അധ്യായത്തിലെ ഗ്രീറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ലേവ്യ പുസ്തകം 23-ലെ 7 ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 7 ഉത്സവങ്ങളിലെ 5 എണ്ണം നമുക്ക് ഈ ലേഖനത്തിൽ കാണാം. അതിൻ്റെ നിഴലായിട്ട് അവിടെ ഉണ്ടായിരുന്നു, അത് ക്രിസ്തുവിൽ കൂടി പൂർണ്ണമായി. ഒന്ന് പെസഹ പെരുന്നാളാണ്. പെസഹ പെരുന്നാൾ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അത് യേശുക്രിസ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, യേശുക്രിസ്തു അതുമായിട്ട് ചേർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വിശുദ്ധ സംസർഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാണല്ലോ. പെസഹ പെരുന്നാൾ അതോട് ചെയ്തതുപോലെ നമ്മൾ രണ്ടാമത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. ദാറ്റ് മീൻസ് നമ്മൾ ജീവിതകാലം മുഴുവൻ വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്ന് 5:8 പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:8. മറ്റേത് ക്രിസ്തു നമുക്ക് യാഗമായി തീർന്നു. പെസഹ പെരുന്നാളിൽ ക്രിസ്തു യാഗമായി തീർന്നത് ഇതിൽ 5:7 പറയുന്നുണ്ട്. 5:7 പറയുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, ഈ 15-ാം അധ്യായത്തിൽ തന്നെ ചിന്തിച്ചാണ്, യേശുക്രിസ്തു ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആദ്യഫല കറ്റയുടെ പെരുന്നാൾ പഴയ നിയമത്തിലുള്ള അതിൻ്റെ ഒരു സിംബോളിക്കായിട്ട് അന്ന് കാണുന്നുണ്ടെങ്കിൽ, ഇന്ന് യേശുക്രിസ്തു ആദ്യഫല കറ്റ പോലെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇനിയും ബാക്കിയുള്ളവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ അടുത്ത പെന്തക്കോസ് നാളിൻ്റെ കാര്യമാണ്, പെന്തക്കോസ് പെരുന്നാൾ. ഈ പെന്തക്കോസ് പെരുന്നാൾ, പെന്തക്കോസ് ദിനത്തിലെ പരിശുദ്ധാത്മാവ് വന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് 12:13 പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നവരെല്ലാവരും ആ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു എന്ന് പറയുന്നു. ആത്മീയ സ്നാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണത്. ആത്മീയ സ്നാനത്തെക്കുറിച്ച് പറയുന്നത്. ഇനിയും ഒരു കാര്യം കൂടെ ഇപ്പം നമ്മൾ വായിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അന്ത്യകാഹളത്തെക്കുറിച്ച് പറയുന്ന ഭാഗം. ഈ അന്ത്യകാഹളം ഈ പഴയ നിയമത്തിലുള്ള 5-ാമത്തെ ഈ കാഹള പെരുന്നാളും തമ്മിൽ റിലേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ അവനുള്ളവർ തൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. ഈ 15:51 വായിച്ചത് വാക്യം, ആ മർമ്മം അതുമായിട്ട് ബന്ധപ്പെട്ട് 1 തെസ്സലോനിക്കർ 4:16-17 പറയുന്നതും ഇവിടെ 52-ാം വാക്യത്തിൽ പറയുന്നതും എല്ലാം തന്നെ ഇതുമായിട്ട് ചേർന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. അതായത് ഈ 5 പെരുന്നാളുകൾ പഴയ നിയമത്തിൽ പറയുന്നതെല്ലാം തന്നെ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഒരു നിഴലായിട്ടുള്ളത് ഇവിടെ വന്ന് അത് കാണുന്നു. നമുക്കത് കാണുന്നു. പണ്ടത് നിഴലായിരുന്നു. മരിച്ചുപോയവരുടെ ശരീരത്തെക്കുറിച്ചാണ് 15:53 പറയുന്നത്. ദ്രവത്വമുള്ള അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കണം എന്ന് പറയുന്നത്. ദ്രവത്വം മരിച്ചുപോയവരുടെയും മർത്യം ജീവിക്കുന്നവരുടെയും ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. ധരിക്കണം എന്ന് പറയുന്നത് വസ്ത്രം ധരിക്കുന്നവരാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ് എപ്പിസോഡ് 620 നിങ്ങൾ പഠിച്ചാൽ ഈ വസ്ത്രം ധരിക്കുന്ന 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 4 നമ്മുടെ ദേഹിയും ആത്മാവിനെയും നഗ്നമായിട്ട് വെക്കാതെ അതിന് മേളിലൊരു ഉടുപ്പിടണം എന്ന് പറയുന്നുണ്ട്. ഒരു വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ വസ്ത്രത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത ഈ എപ്പിസോഡ് 620 നിങ്ങൾ അതുകൂടെ പോയി കാണുക. അതിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഒന്ന് നേരത്തെ പറഞ്ഞു, 40-ാം വാക്യത്തിൽ സ്വർഗത്തിലുള്ള ശരീരമാണ്. 2 അത് അദ്രവത്വമുള്ളതാണ്. 3 അത് 43-ാം വാക്യം തേജസ്സുള്ളതാണ്. 4 ആ തേജസ്സുള്ളതെന്ന് പറഞ്ഞ പോലെ തന്നെ ആ വാക്യത്തിൽ തന്നെ ശക്തിയുള്ളതാണ്. അതുപോലെ ജഡമയമല്ല, ആത്മീയമാണ്. 6 അത് സ്വർഗീയൻ്റേതാണ്, ക്രിസ്തുവിന് തുല്യമാണ്. പിന്നെ അതിനകത്ത് 52-ാം വാക്യത്തിൽ അതിൻ്റെ ക്ഷയം, വാട്ടം, മാലിന്യമൊന്നും വരത്തില്ല. 53-ാം വാക്യത്തിൽ അത് അമർത്യമാണ്. അതിൽ ഈ 8 കാര്യങ്ങൾ പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. സ്വർഗീയ ശരീരം, അദ്രവത്വമുള്ളത്, തേജസ്സുള്ളത്, ശക്തിയുള്ളത്, ആത്മീകം, സ്വർഗീയൻ്റേത്, അക്ഷയം, അമർത്യം. അതിൽ ഇത്രയും ഉള്ളൊരു ശരീരം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് വരുമെന്നുള്ളത് കൊണ്ട് നമുക്ക് വലിയൊരു സെലിബ്രേഷൻ്റെ ഒരു ടൈമിംഗാണ്. വി ഹാവ് ടു സെലിബ്രേറ്റ്. നമ്മളങ്ങ് സെലിബ്രേറ്റ് ചെയ്യണം. എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഇതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഹേ മരണമേ, അതിന് മുമ്പിൽ അതുകൊണ്ട് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാവും. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇത് യെശയ്യാവ് 25:8 ഉദ്ധരിക്കുന്നതാണ്. അവിടെ ദൈവം മരണത്തെ നീക്കിക്കളയുമെന്ന് പറയുന്നു. ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തുന്നതിനാൽ മരണത്തെ നീക്കിക്കളഞ്ഞു. ആദാമിൻ്റെ മേലുള്ള ശാപം, ഉൽപ്പത്തി പുസ്തകം 3:19 ആദാമിൻ്റെ മേലുള്ള ശാപമെല്ലാം നീങ്ങിപ്പോയി. അതിൻ്റെ ഫലം നിത്യമായ വിജയവും പൂർണ്ണ ജയമുള്ള ഒരു പൂർണ്ണതയും അന്ത്യവുമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ള ഈ എപ്പിസോഡ് വീണ്ടും ഞാൻ പറയണം. എപ്പിസോഡ് 620 അതെല്ലാം പറയുന്നുണ്ട്. ഹോശയുടെ പ്രവചനം 13:14 ഉദ്ധരണിയാണിത്.
മരണത്തെ വിഷമുള്ള ഒരു ജന്തുവിനോട് ഉപമിച്ചിട്ട്, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? സാർവത്രിക ഭയാനമായ നിൻ്റെ ജയം തീർന്നു. മരണത്തിൻ്റെ ഭയം എന്നേക്കുമായി നീങ്ങിപ്പോയി. മരണമേ നിൻ്റെ ജയം എവിടെയെന്ന് ജീവനോടിരുന്ന് രൂപാന്തരപ്പെട്ടവരുടെയും പാതാളമേ നിൻ്റെ വിഷമുള്ള എവിടെയെന്നും മരിച്ചിട്ട് ഉയർന്നേൽക്കുന്നവരുടെയും ജയഘോഷമായി നമുക്കിത് കണക്കാക്കാം. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴേ പാതാളത്തിലില്ല, ഓ ജയിച്ചു, നിൻ്റെ വിഷമുള്ള നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, മരണമേ നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, ഓ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു അനുഭവം അതാണ് ആ കാണുന്നത്. ഈ രണ്ട് കൂട്ടരുടെയും വിജയഭേരി ആണ് ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. പാപവും മരണവും തമ്മിലുള്ള ബന്ധം ഉൽപ്പത്തി 2:17 പറഞ്ഞിരിക്കുന്ന പൗലോസ് ഇവിടെ സ്ഥിരീകരിക്കുകയാണ്. യാക്കോബ് 1:15 പറയുന്ന മരണത്തിന് കാരണം പാപമാണ്. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. യാക്കോബ് 1:15. മരണം മനുഷ്യപ്രകൃതിയിൽ പാപത്തിന് ശക്തി നൽകുന്ന ന്യായപ്രമാണം അത്രേ. ക്രിസ്തു മുഖാന്തരം പാപത്തെയും മരണത്തെയും വിശ്വാസി ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അന്നേരം ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരണത്തിൻ്റെ തടവുകാരല്ല. നമ്മൾ ഒരിക്കലും പുനരുത്ഥാനം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ നിദ്ര കൊണ്ടാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ചിന്തയിലാണ് നമ്മളിരിക്കേണ്ടത്. 57-ാം വാക്യത്തിലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതൊരു കൃതജ്ഞതാ പ്രകടനമാണ്. ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യുകയാണ്. എന്തിനാണ്? നമുക്കെപ്പോഴും ജയം നൽകുന്ന ദൈവം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യവും അതിൻ്റെ താഴത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ആളുകൾ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക, കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവി. അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരെക്കുറിച്ചാണ്? കൊരിന്ത്യരെക്കുറിച്ച് മാത്രമല്ല നമ്മളോടുള്ള. അതുകൊണ്ട് നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. ഉറപ്പുള്ളതെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? എന്നുവെച്ചാൽ പരീക്ഷകൾ വരുമ്പോൾ തെറ്റിപ്പോകാത്തവർ, അവിടെയും കാലുകുത്തും ഇവിടെയും കാലുകുത്തും കോംപ്രമൈസ് ചെയ്യല്ല. നമ്മൾ നിൽക്കുന്ന ഉറപ്പുള്ള പാറയുടെ മേളിലാണ്. അതുകൊണ്ട് നമ്മൾ പരീക്ഷ വരുമ്പോൾ വഴിപ്പെടാതിരിക്കണം. രണ്ടാമത് നമ്മൾ കുലുങ്ങാത്തവരാണ്, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർ. 1 പത്രോസ് 5:9. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർ. അതുപോലെ നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. നാം ചെയ്യുന്ന അധ്വാനമെല്ലാം കർത്താവിൻ്റെ നിയന്ത്രണത്തിലും അതുപോലെ അവൻ്റെ ഇഷ്ടത്തിലുമാണ്. 1 തെസ്സലോനിക്കർ 1:3 നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായ എൻ്റെ സന്നിധിയിൽ ഓർത്ത്. യേശുക്രിസ്തുവിൽ നമ്മൾ സ്ഥിരപ്പെട്ടിരിക്കുന്നവരാണ്, പ്രത്യാശയുള്ളവരാണ്. അതുകൊണ്ട് എന്താണ്? കർത്താവിൻ്റെ വേല ചെയ്യണം. കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ എന്താ? നിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ. എന്തെങ്കിലും വേല കാണിക്കുക എന്നുള്ളതല്ല, അത് മനസ്സിലാക്കണ്ടേ. കർത്താവിന് വേണ്ടി വേല ചെയ്യുക. കർത്താവ് നമ്മുടെ ഹിതമനുസരിച്ച്, കർത്താവിൻ്റെ ഹിതപ്രകാരം അനുസരിച്ച് നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. കർത്താവിനോടുള്ള സ്നേഹം, ദൈവത്തോട് സ്നേഹത്തോടു കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴേ നമ്മുടെ അധ്വാനമൊക്കെ ലഘുവായി വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ വർദ്ധിച്ചു വരുന്നവരുമാകും. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യണം. അതിനോട് ചേർന്നാണ് ഈ വർധനവ് വരുന്നത്. അത് ഈ വർധനവ് വരുന്നത് എന്താണ്? എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രബോധനം, നമ്മുടെ ഉത്സാഹം, നമ്മുടെ വേലയിലുള്ള മുന്നേറ്റം, നമ്മളെ തന്നെ ശിക്ഷണത്തിൽ സൂക്ഷിക്കുന്നത്, നമ്മൾ വിശുദ്ധിയിൽ നമ്മെ കാക്കുന്നത്, ഇതെല്ലാം തന്നെ വർധനവാണ്. എന്തിൻ്റെ വർധനവാണ്? യേശുവിനെ പോലെ അനുരൂപരായി തീരാനുള്ള വർധനവ്. അതാണ് നമുക്ക് ആവശ്യം. അല്ല ആരെങ്കിലും കാണിക്കാനോ എന്തെങ്കിലും നേടുവാനായിട്ടുള്ള വർധനവോ ഒന്നുമല്ല. കർത്താവിൻ്റെ വേല, പൗലോസ് പറഞ്ഞ പോലെ ഞാനോ കുറയണം, കർത്താവോ വളരണം. ഞാൻ എന്നെ തന്നെ ഏറ്റവും താഴ്ത്തുന്ന രീതിയിലുള്ള വേല, അത് ചെയ്യുവാനായിട്ട് നമുക്ക് ഇടവരണം. ആ രീതിയിൽ നമ്മൾ വർദ്ധിച്ചു വരണം. ഈ പല കാര്യങ്ങൾ നമ്മൾ വർദ്ധിച്ചു വരേണ്ട പല കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയണം എന്ന്
ആഗ്രഹിക്കുന്നു. നമ്മൾ വർദ്ധിച്ചു വരേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ഇപ്പം അന്ത്യകാലമായതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രത്യാശയിൽ വർദ്ധിച്ചു വരണം. റോമർ 15:13 നമ്മൾ പ്രത്യാശയിൽ വർദ്ധിച്ചു വരണം. ഇവിടെ നമ്മൾ പഠിച്ചത് കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വർദ്ധിച്ചു വരണം. 15:58. അതുപോലെ നമ്മുടെ ഇടയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. നമ്മുടെ ഇടയിലെ വചനം ഡീപ്പായിട്ട് നമ്മുടെ ഇടയിൽ വർദ്ധിക്കണം. സ്നേഹം നമ്മുടെ ഇടയിൽ വർദ്ധിക്കണം, അല്ലേ? 2 കൊരിന്ത്യരിലുണ്ട് അതെല്ലാം. പിന്നെ അതുപോലെ നമ്മൾ സൽപ്രവർത്തികൾ വർദ്ധിക്കണം. എന്തിനാണ് സൽപ്രവർത്തികൾ വർദ്ധിക്കുന്നത്? നമ്മളിൽ നിന്ന് നല്ല പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ കർത്താവിനെ അറിയാനായിട്ട്. അതുപോലെ നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ള നടപ്പിൽ നമ്മൾ വർദ്ധിച്ചു വരണം. നമ്മുടെ വിശ്വാസവും വീര്യവും എല്ലാ നല്ല ഗുണങ്ങളിൽ നമ്മൾ വർദ്ധിച്ചു വരണം. അതുകൊണ്ട് ഇതിലെല്ലാം വർധനവ് ഇന്ന് നമുക്ക് വേണം. അതാണ് കർത്താവിൻ്റെ വേല. അങ്ങനെ വർധനവിൽ ചെയ്തെങ്കിലേ അതിനകത്ത് പ്രയോജനമുള്ളൂ. പിന്നെ സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ഒരു സുവിശേഷൻ തൻ്റെ സഭയിലെ വിശ്വാസികളെ അറിയിച്ചു. ഇത് കേട്ട് ദിവസവും ഒരു വ്യക്തിയുടെ കാര്യമാണ്. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലേക്ക് ജോലിക്ക് പോകുന്നതിനിടയിൽ വഴിയിലൊക്കെ ലഘുലോകം കൊടുക്കാൻ തീരുമാനിച്ചു. അനേകർ പരിഹസിച്ചെങ്കിലും അദ്ദേഹം ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ ആ യുവാവിനോട് ഇങ്ങനെ മാസങ്ങളായി ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടായോ എന്ന് ചോദിച്ചു. ആ യുവാവിന് ആകെ ആശയക്കുഴപ്പമായതിനു ശേഷം അന്ന് മുതൽ അയാൾ ലഘുലേഖ വിതരണം അവസാനിപ്പിച്ചു. ചില വർഷങ്ങൾക്ക് ശേഷം തെരുവിൽ മറ്റൊരാൾ ലഘുലേഖ വിതരണം നടത്തുന്ന യുവാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ അയാളുടെ അടുത്ത് നിന്ന് പരിചയപ്പെട്ടു. താൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ തെരുവിലൂടെ നടന്നു പോയപ്പോൾ ഇങ്ങനെ ലഘുലേഖ നൽകിയെന്നും അത് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെന്നും ആ വ്യക്തി അന്ന് പറഞ്ഞു. അന്ന് ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ആ വ്യക്തി അന്വേഷിച്ചാണ് താൻ ഇവിടെ എത്തിയതെന്നും എന്നാൽ ആ വ്യക്തിയെ കണ്ടെത്താനായില്ല എന്നും അയാൾ കൂട്ടിച്ചേർത്തു. ഇത് കേട്ട ആ യുവാവ് ലജ്ജിതനായി. താൻ നടത്തിയിരുന്ന ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ യുവാവ് വീണ്ടും ലഘുലേഖ വിതരണം അടുത്ത ദിവസം ആരംഭിച്ചു എന്നേ പറയുന്നു. നന്മ ചെയ്യുന്നതിൽ നാം അടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഗലാത്യർ 6:9. അതുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നു അതിൻ്റെ റിസൾട്ട് എന്നാ കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ വിശ്വസ്തയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് എപ്പോഴെങ്കിലും ദൈവം അതിന് പ്രതിഫലം കിട്ടും. ആരെങ്കിലുമൊക്കെ ദൈവത്തെ അറിയാനോ ദൈവത്തിൻ്റെ വഴികൾ വരാനോ ഇടവരും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 15 എന്ന് വെച്ചാൽ 1 കൊരിന്ത്യർ ഏകദേശം എല്ലാം തീർന്നു. ഇനി 16 ചില ഗ്രീറ്റിങ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? നമ്മൾക്ക് പൗലോസ് കൊരിന്ത്യ സഭയോട് എഴുതുമ്പോഴേ ഏറ്റവും പ്രധാനമായും ഉള്ള ഒരു എൻഡ് ചെയ്യുന്നത് നമ്മൾക്കെല്ലാം പുനരുത്ഥാനമുണ്ട് എന്നുള്ളതാണ്. യേശുക്രിസ്തു ആദ്യം പുനരുത്ഥാനമായി, ബാക്കി നമുക്കെല്ലാം പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാനം ഏത് രീതിയിലാണ്, നമ്മുടെ ശരീരം ഏത് രീതിയിലാണ്, എങ്ങനെയാണ് നാം പുനരുത്ഥാനത്തിലായിത്തീരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ഇത് പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങൾ ഏത് രീതിയിലാണെന്നൊന്ന് ശോധന എന്നല്ലതാണ്. ഇതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ കൂട്ടിച്ചേർക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴും ഒരുപാട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുണ്ട്. നമുക്ക് ഉയർപ്പൊന്നുമില്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അരികെ ചെന്നു, നമ്മുടെ ജീവൻ ചെന്നു, അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല, ഈ പൊടിയിൽ നിന്ന് നമ്മൾ ഉയർത്തി നിൽക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള പഠിപ്പിക്കലുമുണ്ട്. അതിലൊന്നും വശംവരാവാതെ നമ്മളുടെ മർത്യശരീരം ഈ ലോകത്തിൽ ഇല്ലാതെയായെങ്കിൽ അതിൽ നിന്ന്, ആ പൊടിയിൽ നിന്ന് നമുക്ക് ദൈവം ഒരു പുതിയ ശരീരം തരികയും നമ്മൾ എന്നും കർത്താവിനോടൊപ്പം കാണുകയും ചെയ്യുമെന്നുള്ള ആ പ്രത്യാശയിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയുണ്ടെന്നും ആ പ്രത്യാശയിൽ ഞങ്ങളെ വർദ്ധിച്ചു വരണമെന്നും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്നും അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമാണെന്നും ഞങ്ങളെ പഠിപ്പിച്ച ഒരു വചനമാണല്ലോ ഞങ്ങൾ കേട്ടത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത് ക്രിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് പ്രസാദമായിട്ടുള്ള നടപ്പിലെ ഞങ്ങളിൽ നിന്ന് വിശ്വാസവും വീര്യവും പ്രവർത്തിക്കുവാൻ ഈ ദിവസങ്ങൾ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ വിലയുണ്ടല്ലോ, എപ്പോഴെങ്കിലും അതിന് റിവാർഡുണ്ട് എന്ന് മനസ്സിലാക്കി അതിൽ തുടർമാനമായി വർദ്ധിച്ചു വരുവാൻ കർത്താവെ കൃപയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ
കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഫോൺ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പ്രയർ റിക്വസ്റ്റുകൾക്കും വിളിക്കാവുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.